തിരുവാഭരണം ചാർത്തി അയ്യപ്പസ്വാമിയെ കണ്ട് ആ ഒരു ആത്മനിർവൃതിയോടെ മലയിറങ്ങാനായിട്ടാണ് ഈ ഭക്തരെല്ലാവരും കാത്തിരിക്കുന്നത്. 2 ലക്ഷത്തോളം ഭക്തർ ഇതിനകം അവിടെയുണ്ട് എന്നതാണ് അനൌദ്യോഗികമായി വരുന്ന കണക്കുകൾ. തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, തിരുവാഭരണ ഘോഷയാത്ര ഏതാനും മിനിറ്റുകൾക്കകം സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ്. ശരം കുത്തി പിന്നിട്ട് സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. ആ യാത്രാ മധ്യേയാണ് തിരുവാഭരണ ഘോഷയാത്ര. തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതോടുകൂടി നൽകുന്ന സ്വീകരണം, അതിനുശേഷം തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന, അതേസമയം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക്, ഒപ്പം മകരനക്ഷത്രം തെളിയുന്നത്, അങ്ങനെ ഭക്തിനിർഭരമായ മിനിറ്റുകളിലേക്ക് കടക്കുകയല്ലേ സന്നിധാനം. സുജിയ, തീർച്ചയായിട്ടും പുല്ലുമെട്ടിലും പാഞ്ചാലിമെട്ടിലും നിലയ്ക്കലും അട്ടത്തോടിലും ഇലവെങ്കിലും നെല്ലിമലയിലും അയ്യന്മലയിലും ഒക്കെ കാത്തിരിക്കുന്നു. വലിയാനവട്ടത്തുമെല്ലാം അവിടെ അയ്യപ്പന്മാർ കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. പൊന്നമ്പലമേട്ടിൽ ആ കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന മകരവിളക്കിനും ആകാശത്ത് തെളിയുന്ന മകരജ്യോതിയും കണ്ട് ദർശന സായുജ്യം നേടാൻ വേണ്ടിയാണ് വ്രതമെടുത്ത് മാലയിട്ട് മുദ്രയണിഞ്ഞ് ഇരുമുടിക്കെട്ടുമെന്തി അയ്യപ്പന്മാർ മുഴുവൻ ഈ മകരമാസത്തിൽ ഈ മഞ്ഞുകാലത്ത് ഇവിടെ മല കയറി വരുന്നത്. ആ മല കയറി വരുന്ന അയ്യപ്പന്മാരെല്ലാവരും കാത്തിരിക്കുന്ന ശരണമന്ത്രഘോഷങ്ങളോടുകൂടി അയ്യപ്പന്മാർ മുഴുവൻ കാത്തിരിക്കുന്ന ആ അഭൗമമായ വെളിച്ചത്തിൻ്റെ ദിവ്യപ്രകാശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ മുഹൂർത്തമാണ്. അല്പസമയത്തിനകം തന്നെ ആഴിയുടെ അടുത്തേക്ക് ഈ പറയുന്ന തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. ആ തിരുവാഭരണ ഘോഷയാത്രയുടെ ആ മുന്നിൽ കാണുന്ന ഗോപുരാകൃതിയിലുള്ള പെട്ടി, ആ പെട്ടിയിലാണ് തിരുവാഭരണമുള്ളത്. ആ തിരുവാഭരണം അവിടെ തന്ത്രി സ്വീകരിച്ച് അത് ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന ഇന്ന് നടക്കും. ആ പൊന്നമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന തെളിയുന്ന അതേ നിമിഷം പൊന്നമ്പലമേട്ടിൽ 3 തവണയായി മിന്നിമറയുന്ന ആ മകരവിളക്ക്, അത് മനുഷ്യനിർമ്മിതമാണോ ദൈവികമാണോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് അവിടെ സ്വാമിമാരെല്ലാവരും ഈ മാലയിട്ട് വ്രതമെടുത്ത് വന്നിരിക്കുന്ന സ്വാമിമാർക്കെല്ലാം അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ പ്രസാദമാണ്. ആ കാഴ്ച കൊണ്ട് സായുജ്യമണയാൻ വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ എല്ലാം കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 18 പടികളിലേക്കാണ് ഇപ്പോൾ ആ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരാൻ പോകുന്നത്. 18 പടികൾക്കും പലവിധത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. നേരത്തെ സ്വാമി സൂചിപ്പിച്ചു അത്. ആ 18 മലകളുടെയും 18 മലകളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. കാളകെട്ടിമലയും ഇഞ്ചിപ്പാറമലയും ശബരിമലയും നീലിമലയും ഒക്കെ അടങ്ങുന്ന പുതുശ്ശേരി മലയും കൽക്കിമലയും ചിറ്റമ്പലമലയും തലപ്പാറമലയും ഒക്കെ അടങ്ങുന്ന 18 മലകളുടെ പ്രതീകമാണ് ആ 18ാം പടി എന്ന് പറയുന്നു. തന്ത്രി നടത്തുന്ന 18ാം പടി പൂജയുണ്ട്. ആ പടിപൂജ എന്ന് പറയുന്നത് ഓരോ പടികൾക്കും ഓരോ മലദൈവങ്ങളാണ് കാവൽ. ആ 18 മലദൈവങ്ങളെയും പൂജിക്കുന്നതാണ് പടിപൂജ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പല ഐതിഹ്യങ്ങളുമുണ്ട്. ഈ 18 പടികളും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. അതിൽ 5 എന്ന് പറയുന്നു. കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, വായ തുടങ്ങി ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണെന്ന് പറയുന്നു. അതുപോലെ അതിൽ അഷ്ടരാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാമക്രോധ ലോപമോഹാദികളെ പ്രതിനിധീകരിക്കുന്നതാണ് 8 പടികളെന്ന് പറയുന്നു. അങ്ങനെ ആ 8 മനുഷ്യൻ്റെ ചീത്തരാഗങ്ങളും കടന്ന് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുമെന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പടികൾ മുഴുവൻ കടന്നു ചെല്ലുന്നിടത്താണ് തത്വമസി എന്ന് പറയുന്ന സാമവേദപ്പൊരുളായിട്ടുള്ള മഹാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതു നീയാകുന്നു എന്ന പ്രധാനപ്പെട്ട മഹാവാക്യം എഴുതി വച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ അയ്യപ്പ എന്ന് പറയുന്ന ശാസ്താവ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ മഹത്വം വരുന്നത്. മാലയിട്ട് വ്രതമെടുത്ത ഓരോരുത്തരും അയ്യപ്പനാണ് എന്ന ബോധമുണ്ടാവുകയും ആ ബോധം ആ സന്നിധാനത്തെത്തുമ്പോൾ ഊട്ടിയുറപ്പിക്കുന്നൊരു മഹാവാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതു നീയാവുന്നു, നീ തൊഴുതുകൊണ്ട് നീ കണ്ണടച്ച് തൊഴുത് കൈകൂപ്പി നിൽക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ള ആ പ്രഭയെ തന്നെയാണ് എന്നുള്ള മഹാചൈതന്യത്തിൻ്റെ വാക്യമാണ് അവിടെ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കുക.